ശിശുദിനാഘോഷ ഭാഗമായി നാടെങ്ങും വർണ്ണാഭമായ റാലികളും വിവിധങ്ങളായ പരിപാടികളും നടന്നു. വിദ്യാലയങ്ങളും അംഗൻവാടികളുമാണ് പ്രധാനമായും വിപുലമായ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. ഭാരതത്തിൽ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ സ്വാതന്ത്ര്യവും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനും അതോടൊപ്പം തന്നെ അവരുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ സംഭാവനകളെ ഓർക്കാനും അദ്ദേഹത്തെ ആദരിക്കാനുമായാണ് ഈ ദിവസം ആഘോഷിക്കുന്നത്. ശിശുദിനാഘോഷ ഭാഗമായി രാജ്യത്തുടനീളം വിവിധവും വിപുലവുമായ പരിപാടികൾ നടത്താറുണ്ട്. റാലികളും പ്രസംഗങ്ങളും ഉപന്യാസങ്ങളും ക്വിസ് മത്സരങ്ങളും കലാപരിപാടികളും ഒക്കെയായി സ്കൂളുകളുടെയും അംഗൻവാടികളുടെയും നേതൃത്വത്തിലാണ് പ്രധാനമായും ശിശുദിനം ആഘോഷിക്കാറുള്ളത്. അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളും പല സംഘടനകളും കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആഘോഷത്തിന് വേദിയൊരുക്കാറുണ്ട്. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ നടന്ന ആഘോഷ പരിപാടികളും കൗതുകത്തിന്റെയും സന്തോഷത്തിന്റെയും എല്ലാം ഹൃദ്യമായ മുഹൂർത്തങ്ങളുടെ ഇതളുകൾ വിടർത്തി. നെഹ്റുവിന്റെ പരിവേഷത്തിൽ കുട്ടികളെ അണിനിരത്തിയും റോസാപ്പൂക്കൾ കയ്യിലേന്തിയും മധുരം കൈമാറിയുമൊക്കെയായിരുന്നു ആഘോഷം. കുട്ടികളാണ് ഭാവി തലമുറയുടെ കരുതലും കാവൽക്കാരും. അതുകൊണ്ട് തന്നെ അവരുടെ ഐശ്വര്യത്തിനും വളർച്ചയ്ക്കും ക്ഷേമത്തിനുമെല്ലാം രാജ്യം അതീവ പ്രാധാന്യം നൽകുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇവർക്കായി ഒരു ദിവസം തന്നെ മാറ്റിവെച്ചതും. ഫോർ എവരി ചൈൽഡ് എവരി റൈറ്റ് എന്നതാണ് ശിശുദിനാഘോഷത്തിന്റെ ആപ്തവാക്യം. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം ആഗോളതലത്തിലുള്ള കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആദ്യകാലത്ത് ഇന്ത്യയിലും നവംബർ 20-നാണ് ശിശുദിനമായി ആഘോഷിച്ചിരുന്നത്. എന്നാൽ 1964-ൽ ജവഹർലാൽ നെഹ്റുവിന്റെ മരണത്തിനു ശേഷം കുട്ടികൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകളെയും ദർശനങ്ങളെയും ആദരിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 14-നെ ഇന്ത്യയിൽ ശിശുദിനമായി തിരഞ്ഞെടുക്കുകയായിരുന്നു. പിന്നീട് ഇങ്ങോട്ടുള്ള വർഷങ്ങളിൽ ഈ ദിനം മുടക്കം വരാതെ സമുചിതമായി ആഘോഷിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ് വിഷൻ.